ഉണ്ടെങ്കിൽ ആ ഖുർറത്തു സാദാത്തിന്റെ ആത്മാർത്ഥതയും അവിടുന്ന് നമുക്കിടയിൽ വനം ചെയ്ത് ജീവിച്ചതിന്റെ വഴിയും എത്ര കൃത്യമായി നമുക്കറിയാം. അൽഹംദുലില്ലാ, അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ വളരെ നീറ്റായി ഇഖ്ലാസോടുകൂടെ ആ വഴിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിനായി നല്ല ഒരു പ്രൊഡക്റ്റായി തങ്ങളവർക്ക് നൽകിയ സമ്മാനമാണ് ഈ ഇരിക്കുന്ന മഹാനായ അവിടുത്തെ പൊന്നോമന പുത്രൻ അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ. അല്ലാഹുവേ, ആത്മീയമായ ധാരാളം മജ്‌ലിസുകളിൽ ആ ഉപ്പയുടെ വിടവാങ്ങുന്ന സമയം വരെ ഒരുപക്ഷെ ആർക്കും കണ്ടിട്ടോ അത് അറിയുമായിരുന്നില്ല. ആ ഉപ്പയുടെ ജനാദ 6 അടി മണ്ണിലേക്ക് ചേരലോടുകൂടെ അതാ ആ വഴിത്താരയിൽ അല്ലാഹു സമ്മാനിച്ച ഏറ്റവും നല്ല അദബുള്ള നല്ല മുഖ്ലിസായ ഒരു നേതൃത്വമായി അൽഹംദുലില്ലാഹ് വന്യരായ മസ്ഊദ് തങ്ങൾ, പാവപ്പെട്ട ഞാനു തന്നെ എത്രയോ മജ്‌ലിസുകളിൽ തങ്ങളവരുടെ കൂടെ സംബന്ധിച്ചു. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ മജ്‌ലിസ് കഴിഞ്ഞ് രാത്രിയിൽ കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി എന്ന പ്രദേശത്ത് വലിയൊരു മജ്‌ലിസിൽ അഭിമന്യരായ തങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നസീഹത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടത് ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയെയാണ്. എത്രയോ മഹല്ലുകളിൽ വിശ്രമമില്ലാതെ ആ ഉപ്പ നേതൃത്വം നൽകിയതുപോലെ അൽഹംദുലില്ലാഹ് നേതൃത്വം നൽകാനും വളരെ താഴ്മയോടുകൂടെ ജീവിക്കാനും ഇൽമിന്റെ മേഖലയിൽ തിളങ്ങി നിൽക്കാനും അല്ലാഹു അവസരം നൽകുന്നുണ്ട്. എരുമാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം താജുൽ ഉലമയുടെ വിയോഗത്തിന് ശേഷം അൽഹംദുലില്ലാഹ് ഈ ഉറൂസ് പരിപാടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മജ്‌ലിസായി അൽഹംദുലില്ലാഹ് ഖുർറത്തു സാദാത്തിന്റെ നേതൃത്വത്തിലുള്ള മജ്‌ലിസ്. അൽഹംദുലില്ലാഹ് അവിടുത്തെ വഫാത്ത് സംഭവിച്ച കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ 10 മാസം മുമ്പാണ് വളരെ റാഹത്തായി ആ പുഞ്ചിരിക്കുന്ന മുഖവുമായി അൽഹംദുലില്ലാഹ് കടന്നു വരികയും നീണ്ട നേരത്തെ നസീഹത്ത് നൽകുകയും ഒരുപാട് കാര്യങ്ങൾ അതിലെല്ലാം മികച്ചുണ്ടായ ഒരു ഉപദേശം. എന്നും അവിടുന്ന് ഉപദേശിക്കുന്ന ഒന്ന് നമ്മുടെ ഖൽബ് നന്നാകണമെന്നാണ്, ഖുർആനു ശരീഫ് മുറുകെ പിടിക്കണമെന്നാണ്. ആ ഖുർആൻ ധാരാളം ഓതിയ മഹാനാണ്. എത്രയാണ് ഖത്മുകൾ റമദാനിലൊക്കെ മഹാനവറുകൾ തീർക്കുക. അവിടുത്തെ ഓർമ്മക്കായി മഹാനരായ ശൈഖുനാ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ സയ്യിദുനാ ഹസനു സഖാഫ റളിയല്ലാഹു അൻഹുവിന്റെ ഇവിടെ കഴിഞ്ഞ 21-ാം തീയതി മുതൽ ഒഴുകിയെത്തിയ എല്ലാ സയ്യിദന്മാര്, മഹാന്മാര്, പണ്ഡിതന്മാരുടെ ഈ നിറഞ്ഞ സദസ്സുകളുടെ മുഴുവനും വലിയ വെളിച്ചം അല്ലാഹ് ആ കൂറത്തെന്ന് പറയുന്ന പ്രദേശത്തെ 6 അടി മണ്ണിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. അവിടുത്തെ ആത്മീയ നോട്ടം എന്നും ഈ നാട്ടുകാർക്ക്, ഇവിടെ ഒരുമിച്ച് കൂടുന്നവർക്ക് നീ നിലനിർത്തി തരണമേ അല്ലാഹ്. ഇന്ന് രാത്രി ഇവിടെ പ്രഭാഷണം നടത്തേണ്ടുന്ന അഭിമന്യരായ മസ്ഊദ് സഖാഫി ഉസ്താദ് റബ്ബേ, അതാ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയി, നീ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ. അവരെയും കൂടെ ഈ മജ്‌ലിസ് ഓർക്കുകയാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട് ഒന്നുമല്ലാത്ത കാലഘട്ടത്തിൽ ഈ നാടിന് വേണ്ടി കൂലിപ്പണിയെടുത്ത് ജീവിച്ച പാവപ്പെട്ട ആളുകൾ, അതിൽ പണ്ഡിതന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. ആരെല്ലാം എരുമാടിനെ എരുമാടാക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ അവരിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇന്ന് 6 അടി മണ്ണിലാണ് റബ്ബേ. എത്രയോ ആലിമീങ്ങൾ, ഉസ്താദുമാര്, എല്ലാവരുടെയും ദറജ നീ ഉയർത്തണം റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ഈ നാടിന് വേണ്ടി കഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ആരോഗ്യം കുറഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലാണ്. അഭിമന്യരായ തങ്ങളവറുകളോട് എല്ലാവർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ,
അതുപോലെ ദിനവും കഷ്ടപ്പാടിന്റെ ലോകത്ത് ജീവിക്കുന്ന കാപ്പിത്തോട്ടത്തിലും അതുപോലെ തന്നെ പാടത്തും അധ്വാനിക്കുന്ന പാവപ്പെട്ടവർ ആരെല്ലാം ഈ നാടിനെ സ്നേഹിക്കുന്നുണ്ടോ, ഈ നാടിനെ നാടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ, 400 വർഷം പഴക്കമുള്ള ഈ ഉറൂസ് പരിപാടി വളരെ ഭംഗിയായി ഈ നിലയിലെത്തിച്ച ആരൊക്കെയുണ്ടോ എല്ലാവർക്കും അവിടുന്ന് ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് എന്നിൽ അർപ്പിതമായത് അവിടത്തേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഈ മഹത്തായ മജ്‌ലിസിനെ ആത്മീയമായി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ, അല്ലാഹു തആല അവർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ ഈ നാടിന്റെ 1000 സന്തോഷങ്ങൾ പ്രാർത്ഥനയായി അവിടത്തേക്ക് അർപ്പിക്കുകയാണ്. അതേപോലെ ഈ വേദിയെ ധന്യമാക്കിയ ധാരാളം